Welcome back to our channel. In this class, we are going to discuss the first chapter in our English textbook, The 3 L's of Empowerment. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ 3 L's ഓഫ് എംപവർമെൻ്റ് ആണ്. ആക്ച്വലി ദിസ് ചാപ്റ്റർ ഈസ് എ സ്പീച്ച് മെയ്ഡ് ബൈ ക്രിസ്റ്റീൻ ലെഗാർഡ്. ബിഫോർ എൻറ്ററിങ് ഇൻ ടു ദ ചാപ്റ്റർ, ഫസ്റ്റ് ലെറ്റ് us have a look to our English textbook. There are 5 units in our English textbook. 5 യൂണിറ്റ് ആണ് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഓരോ യൂണിറ്റും വ്യത്യസ്ത ചാപ്റ്റേഴ്സായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റിൽ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ദ 3 L's ഓഫ് എംപവർമെൻ്റ് ഒരു സ്പീച്ചാണ്. സെക്കൻഡ് ഒരു പൊയമാണ് എനി വുമൻ. തേർഡ് ചാപ്റ്റർ മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയാണ്. ഫോർത്ത് ചാപ്റ്റർ ഹൊറിഗള്ളു എന്ന അനക്ഡോട്ടാണ്. ലിസൺ ടു ഫസ്റ്റ് യൂണിറ്റ്, ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. സ്വാതന്ത്ര്യത്തിൻ്റെ പറക്കൽ എന്നാണ് ഈ യൂണിറ്റിൻ്റെ ടൈറ്റിൽ. In the beginning of this chapter, we can see a quotation by Charlotte Bronte. I am no bird, and no net ensnares me. I am a free human being with an independent will. ഞാനൊരു ബേർഡല്ല, അതുകൊണ്ട് തന്നെ ഒരു നെറ്റും എന്നെ തടവിലാക്കുന്നുമില്ല. ഇൻഡിപെൻഡൻറ്റ് വില്ലുള്ള, ദാറ്റ് മീൻസ് സ്വതന്ത്ര മനസ്സുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ് ഞാൻ എന്നാണ് ഈ കൊട്ടേഷനിലൂടെ പറയുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ കൊട്ടേഷൻ നമ്മോട് പറയുന്നത്. വിമൻ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ് ഫസ്റ്റ് യൂണിറ്റിലെ വ്യത്യസ്ത ചാപ്റ്റേഴ്സ് ചർച്ച ചെയ്യുന്നത്. സ്ത്രീകളുടെ ഉന്നമനവും പുരോഗതിയുമാണ് ഈ യൂണിറ്റിലെ ഓരോ ചാപ്റ്റേഴ്സും മുന്നോട്ട് വെക്കുന്ന തീം. നൗ ലിസൺ ടു ദ ഫസ്റ്റ് ചാപ്റ്റർ ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. ദിസ് ഈസ് എ സ്പീച്ച് മെയ്ഡ് ബൈ ക്രിസ്റ്റീൻ ലെഗാർഡ്. വുമൻ എംപവർമെൻറ്റിന് 3 L's, ദാറ്റ് മീൻസ് ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് എന്നീ 3 കാര്യങ്ങളാണ് ക്രിസ്റ്റീൻ ലെഗാർഡ് മുന്നോട്ട് വെക്കുന്നത്. Emancipation and empowerment of women is of prime importance in every society. സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ ശാക്തീകരണവും എല്ലാ സൊസൈറ്റിയിലും ആവശ്യമായ കാര്യമാണ്. ഇൻ അവർ കൺട്രി വി ഹാവ് അച്ചീവ്ഡ് പാർഷ്യൽ സക്സസ്. നമ്മുടെ രാജ്യത്തിൽ കുറച്ചൊക്കെ ഈ കാര്യത്തിൽ നാം വിജയിച്ചിട്ടുമുണ്ട്. വിമൻ എംപവർമെൻറ്റിന് വേണ്ടി 3 കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ക്രിസ്റ്റീൻ ലെഗാർഡ് തൻ്റെ സ്പീച്ചിൽ. അവ ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് എന്നിവയാണ്. Now listen to the profile of Christine Lagarde. Christine Lagarde born in Paris on January 1st, 1956. She is the first woman to become the finance minister of a G8 economy and to head the International Monetary Fund IMF. Christine Lagarde 1956 ജനുവരി 1 പാരീസിലാണ് ജനിച്ചത്. G8 എക്കോണമിയിലെ ഫസ്റ്റ് വുമൻ ഫിനാൻസ് മിനിസ്റ്ററാണ് ക്രിസ്റ്റീൻ ലെഗാർഡ്. അതുപോലെ IMFൻ്റെ, ദാറ്റ് മീൻസ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഹെഡുമായിരുന്നു അവർ. ഷീ കാൾസ് ഫോർ ഓപ്പണിംഗ് ദ ഡോർസ് ടു വിമൻസ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് ഇൻ ദ ഇക്കോണമിക് ഫീൽഡ്. വിമൻ എംപവർമെൻറ്റിന് വേണ്ടി ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് എന്നീ കാര്യങ്ങൾക്ക് വേണ്ടി അവർ വാദിക്കുന്നു. ദിസ് സ്പീച്ച് വാസ് ഡെലിവേർഡ് അറ്റ് ദ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, വാഷിംഗ്ടൺ DC ഓൺ 19th May 2014. 2014 മെയ് 19 വാഷിംഗ്ടൺ DCയിലെ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ നടത്തിയ സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്റർ. നൗ ലിസൺ ടു ദ ചാപ്റ്റർ ദ 3 L's ഓഫ് എംപവർമെൻറ്റ് ബൈ ക്രിസ്റ്റീൻ ലെഗാർഡ്. ലിസൺ ടു ദ ഫസ്റ്റ് പാരഗ്രാഫ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ടു ബി അമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡേഡ് സ്പിരിറ്റ്. നേരത്തെ നാം ഡിസ്കസ് ചെയ്തു, ഈ ചാപ്റ്റർ ഒരു സ്പീച്ചാണ്. അതുകൊണ്ട് തന്നെ സ്പീച്ചിൻ്റെ തുടക്കത്തിൽ ക്രിസ്റ്റീൻ ലെഗാർഡ് സല്യൂട്ടേഷൻ നടത്തുന്നു. The 21st century poses many challenges that require new ways of thinking, none more important than the economic role of women in a rapidly changing world. ക്രിസ്റ്റീൻ ലെഗാർഡ് ഫസ്റ്റ് പറയുന്നത് 21st century ഒരുപാട് ചാലഞ്ചസ് നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. ഈ ചാലഞ്ചസ് നേരിടാൻ പുതിയ രീതിയിലുള്ള ചിന്തകളും അത്യാവശ്യമാണ്. none more important than the economic role of women in a rapidly changing world. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകത്തിലെ സ്ത്രീകളുടെ ഇക്കോണമിക് റോളാണ്. ബട്ട് വിമൻ ടുഡേ റിമെയിൻ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിംഗ് ദിയർ ട്രൂ പൊട്ടൻഷ്യൽ. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ, ദാറ്റ് മീൻസ് യാഥാർത്ഥ്യ കഴിവ് പുറത്തെടുക്കുന്നതിൽ ബ്ലോക്ക്ഡ് ആണ്. അവർ പല രീതിയിലുള്ള തടസ്സങ്ങളും നേരിടുന്നുണ്ട്. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. ഇതിന് വലിയൊരു വില കൊടുക്കേണ്ടതുണ്ട്. In some countries, per capita income lags significantly because women are denied equal opportunity. ചില രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കാരണം ആ രാജ്യങ്ങളുടെ പെർ ക്യാപിറ്റ ഇൻകം കുറയുന്നു. They represent half of world's population
but contributes far less than 50% of economic activity. ലോക ജനസംഖ്യയിൽ പകുതിയോളം സ്ത്രീകളാണ്. പക്ഷേ സാമ്പത്തിക രംഗത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം 50%-ലും വളരെയധികം കുറവാണ്. What is needed to change this picture is a concerted effort to open the doors to opportunity with what I call the 3 L's of women's empowerment: learning, labor and leadership. സ്ത്രീകളുടെ ഇക്കോണമിക് ഫീൽഡിലുള്ള ഈ കുറവ് നമുക്ക് പരിഹരിക്കപ്പെടണം. അതിന് ക്രിസ്റ്റീൻ ലഗാർഡ് മുന്നോട്ട് വെക്കുന്നത് ഒരു കൺസേർട്ടഡ് എഫേർട്ട്, ദാറ്റ് മീൻസ് ഒരുമിച്ചുള്ള പ്രവർത്തനമാണ്. 3 L's എന്ന് അവർ വിളിക്കുന്ന ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് എന്നിവയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ക്രിസ്റ്റീൻ ലഗാർഡ് മുന്നോട്ട് വെക്കുന്ന സൊല്യൂഷൻ. സോ ഫസ്റ്റ് പാരഗ്രാഫിൽ ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത് 21st സെഞ്ച്വറിയിൽ ഒരുപാട് വെല്ലുവിളികൾ നാം നേരിടുന്നുണ്ട്. ഇവ പരിഹരിക്കാൻ പുതിയ രീതിയിലുള്ള ചിന്തകളും അത്യാവശ്യമാണ്. ഈ സെഞ്ച്വറിയിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇക്കോണമിക് ഫീൽഡിലെ സ്ത്രീകളുടെ പങ്കാളിത്തമാണ്. ലോക ജനസംഖ്യയുടെ 50% സ്ത്രീകളാണെങ്കിലും ഇക്കോണമിക് ഫീൽഡിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ വളരെയധികം കുറവാണ്. സ്ത്രീകൾക്ക് അവരുടെ റിയൽ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ പല രാജ്യങ്ങളിലും അവസരം ലഭിക്കുന്നില്ല. അത് പെർ ക്യാപിറ്റ ഇൻകം കുറയാൻ കാരണമാകുന്നു. വിമൻ എംപവർമെൻറ്റിന് ക്രിസ്റ്റീൻ ലഗാർഡ് മുന്നോട്ട് വെക്കുന്ന ഒരു സൊല്യൂഷൻ 3 L's എന്ന് വിളിക്കുന്ന ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് എന്നിവയാണ്. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. ഇനി ക്രിസ്റ്റീൻ ലഗാർഡ് ഫസ്റ്റ് പോയിന്റിനെ കുറിച്ച് പറയാണ്, ലേണിങ്ങിനെ കുറിച്ച് പറയാണ്. ലേണിംഗ് മീൻസ് ഗിവിങ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. സമൂഹത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരണമെങ്കിലും അവിടെ എന്തു കൊടുക്കണം? എഡ്യൂക്കേഷൻ കൊടുക്കണം. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽവ്സ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. എഡ്യൂക്കേഷൻ സ്ത്രീകളെ അവരുടെ എക്സ്ക്ലൂഷനിൽ നിന്ന്, അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചിതയാകാൻ സഹായിക്കുന്നു. നോ വേ ഈസ് ദിസ് മോർ എസെൻഷ്യൽ ദാൻ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്, അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് ഡെവലപ്പിംഗ് രാജ്യങ്ങളിലാണ്. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. There is an African adage. Adage means proverb. ഒരു ആഫ്രിക്കൻ പ്രോവേർബ് അവർ പറയാണ്. അതെന്താണ്? If you educate a boy, you train a man. If you educate a girl, you train a village. നിങ്ങളൊരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങളൊരു വ്യക്തിയെ മാത്രമാണ് ട്രെയിൻ ചെയ്യുന്നത്. ബട്ട് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ യു ട്രെയിൻ എ വില്ലേജ്, അതിലൂടെ നിങ്ങളൊരു വില്ലേജിനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ ഒരു സമൂഹത്തെ തന്നെ മാറ്റാൻ നമുക്ക് സഹായകമാവുന്നു എന്നാണ് ഈ ആഫ്രിക്കൻ പ്രോവേർബ് നമ്മോട് പറയുന്നത്. ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഈസ് ദ സെക്കൻഡ്. ക്രിസ്റ്റീൻ ലഗാർഡ് വിമൻ എംപവർമെൻറ്റിന് 3 L's ആണ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ലേണിംഗ് എന്താണെന്ന് നാം കണ്ടു. നൗ ദ സെക്കൻഡ് L, ദാറ്റ് ഈസ് ലേബർ. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. ലേബർ സ്ത്രീകളെ അവരുടെ യാഥാർത്ഥ്യ കഴിവ് പുറത്തെടുക്കാൻ സഹായിക്കുന്നു. ബട്ട് അറ്റ് പ്രസൻറ്റ് when women participate in the workforce, they too often tend to get stuck in low-paying, low-status and low-security jobs. ഇന്ന് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും സാലറി, സ്റ്റാറ്റസ്, സെക്യൂരിറ്റി എന്നിവയെല്ലാം വളരെ താഴ്ന്ന നിലയിലുള്ള ജോലിയാണ് അവർക്ക് ലഭിക്കുന്നത്. ഗ്ലോബലി women earn only 3/4 as much as men, even with the same level of education and in the same occupation. ഒരേ രീതിയിലുള്ള ജോലിയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഗ്ലോബലി സ്ത്രീകൾ പുരുഷന്മാർ ഏൺ ചെയ്യുന്നതിൻ്റെ 1/4 മാത്രമേ സമ്പാദിക്കുന്നുള്ളൂ. ഷുവർലി വൺ ഓഫ് അവർ മോസ്റ്റ് ബേസിക് നോം ഷുഡ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. നമ്മുടെ ഏറ്റവും ബേസിക് നിയമമാണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നത്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തുല്യ ജോലിക്ക് തുല്യ വേതനം ലഭിക്കുന്നില്ല എന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. റീസെൻറ്റ് റിസർച്ച് ഷോ ദാറ്റ് eliminating gender gaps in economic participation can bring an increase in per capita income. എക്കണോമിക് പാർട്ടിസിപ്പേഷനിൽ, ദാറ്റ് മീൻസ് സാമ്പത്തിക ഇടപാടുകളിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ മാറ്റുന്നതിലൂടെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് റീസെൻറ്റ് റിസർച്ചുകൾ കാണിക്കുന്നുണ്ട്. We can undoubtedly promote more opportunity for women in the workplace.
തീർച്ചയായും സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ നൽകേണ്ടതുണ്ട്. ഇറ്റ് ഈസ് ആൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. ഫോർ എക്സാമ്പിൾ, by ensuring that property and inheritance laws do not discriminate against women. നമ്മുടെ പല നിയമങ്ങളും മാറേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് സ്ത്രീകളോട് വിവേചനം കാണിക്കരുത്. ഇറ്റ് ആൾസോ മീൻസ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. സ്ത്രീകളുടെ വിദ്യാഭ്യാസവും ഹെൽത്ത് കെയറും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. മോർ ഓവർ, we need to provide greater access to credit so that women can achieve great economic independence. സ്ത്രീകൾക്ക് കൂടുതൽ കടമെടുക്കാനുള്ള ഫെസിലിറ്റീസ് ഒരുക്കണം. അതിലൂടെ സ്ത്രീകൾക്ക് എക്കണോമിക് ഇൻഡിപെൻഡൻസ്, ദാറ്റ് മീൻസ് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കും. സോ ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ്. ക്രിസ്ത്യൻ ലെഗാർഡ് പറയുന്നത് വുമൻ എംപവർമെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലേണിങ്ങും ലേബറും. ദ തേർഡ് എൽ ഈസ് ലീഡർഷിപ്പ് that enables women to rise and fulfill their innate abilities and talents. Then ക്രിസ്ത്യൻ ലെഗാർഡ് തേർഡ് എല്ലിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് സ്ത്രീകൾക്ക് അവരുടെ ഇന്നേറ്റ് എബിലിറ്റീസ്, ദാറ്റ് മീൻസ് ജന്മവാസനകളും ടാലൻസും വളർത്താൻ സഹായിക്കുന്നു. ഹിയർ ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ദ ഐറണി ഈസ് ദാറ്റ് വെൻ വിമൻ ലേഡ് ദേ ടെൻഡ് ടു ഡു ആസ് ഗുഡ് എ ജോബ് ആസ് അതേഴ്സ് ഇഫ് നോട്ട് എ ബെറ്റർ ജോബ്. ഒരു ഐറണി എന്ന് പറയുന്നത് ഒരു മികച്ച ജോലി അല്ലെങ്കിലും സ്ത്രീകൾ അത് മികച്ച രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നു. ദേ ആർ മോർ ലൈക്ലി ടു മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ കോൺഷ്യൻസ് ബിൽഡിംഗ്, ഇൻക്ലൂഷൻ ആൻഡ് കമ്പാഷൻ ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. സ്ത്രീകൾ പൊതുസമ്മതമുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും കമ്പാഷൻ ഉള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു. It is true that women sometimes lack the confidence to match their competence. ചിലപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ കോൺഫിഡൻസ് കുറയുന്നു എന്നത് സത്യമാണ്. But they need to change that mindset and reset the narrative in their favor. സ്ത്രീകൾ അവരുടെ ഈ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കണം. മാത്രമല്ല കാര്യങ്ങളെ അവർക്ക് അനുകൂലമാക്കാനും ശ്രദ്ധിക്കണം. So, it is essential that women be ready to dare the difference, to take risk and step outside their comfort zones. ഡിഫറൻസിനെ നേരിടാൻ സ്ത്രീകൾക്ക് കഴിയണം. റിസ്ക് എടുക്കാനും അവരുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തിറങ്ങാനും അവർ തയ്യാറാകണം. Nonetheless, even those with the drive to succeed continue to face barriers, whether we are talking about providing primary education for girls in a village or executive position for women in business. സ്ത്രീകൾ മുന്നേറുമ്പോൾ അവർക്ക് പല തടസ്സങ്ങളും നേരിടേണ്ടതായിട്ട് വരും. ഒരു വില്ലേജിലെ പെൺകുട്ടികൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ നൽകുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ബിസിനസ്സിൽ എക്സിക്യൂട്ടീവ് പൊസിഷൻ നൽകുമ്പോഴും ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ കാണാൻ കഴിയും. ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് വേർ ആൾ വിമൻ ക്യാൻ മീറ്റ് ദെയർ പൊട്ടൻഷ്യൽ വിതൗട്ട് ഇംപെഡിമെൻറ്റ് ഓർ പ്രെജുഡൈസ് ആൻഡ് ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ്. ദ 3 L's വിൽ ഹെൽപ്പ് us ഗെറ്റ് ദ. അതുകൊണ്ട് സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾക്കനുസരിച്ച് വളരാനുള്ള ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാനുള്ള സമയം വന്നിരിക്കുന്നു എന്നാണ് ക്രിസ്ത്യൻ ലെഗാർഡ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ലോകം ക്രിയേറ്റ് ചെയ്താൽ ലോകത്തിന് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുക. 3 L's ഈ ലക്ഷ്യത്തിലെത്താൻ നമ്മെ സഹായിക്കുമെന്നും ക്രിസ്ത്യൻ ലെഗാർഡ് പറയുന്നു. ഇഫ് വി ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. ക്രിസ്ത്യൻ ലെഗാർഡ് തൻ്റെ സ്പീച്ചിൻ്റെ അവസാനം പറയുന്നത് നമ്മൾ ഡിഫറൻസിനെ ധൈര്യപൂർവ്വം നേരിട്ടാൽ ആ ഡിഫറൻസ് ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ 3 L's ഓഫ് എംപവർമെൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.